രസത്തിന്. തമാശ. ചന്ദ്രു, 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 ഒന്ന് എഴുന്നേക്ക് ചന്ദ്രു. ചന്ദ്രികേ, എന്താ മാധവേട്ട? ആരോ മുറിക്കകത്ത് നിന്ന് ഇറങ്ങിപ്പോകുന്ന ഞാൻ കണ്ടു. ആരാ മാധവേട്ട? പുറത്ത് നോക്കിയിട്ട് ആരെയും കണ്ടില്ല. അയ്യോ, പക്ഷെ ഒരു രൂപ ഈ മുറിയിൽ നിന്ന് ഇറങ്ങിപ്പോകുന്നത് ഞാൻ കണ്ടതാ. ഭഗവാനെ, നീ വേഗം അലമാര തുറന്ന് ആ പൈസ എവിടെ ഉണ്ടോ നോക്ക്. വേഗം നോക്ക്. ഉണ്ടോ മാധവേട്ട? നീ ഒന്ന് എണ്ണി നോക്കിയേ. എല്ലാം ഉണ്ടോ മാധവേട്ട? ഒന്നും നഷ്ടപ്പെട്ടിട്ടില്ല. മാധവേട്ടന് ചിലപ്പോ തോന്നിയതായിരിക്കും. അല്ലെന്നേ, എനിക്ക് തോന്നിയൊന്നും അല്ല. ഇനി ഈ പണം ഇവിടെ സൂക്ഷിക്കുന്ന അത്ര സുരക്ഷിതമല്ല. പറ്റുമെങ്കിൽ നാളെ തന്നെ ഇത് ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്യണം. അതെ, മാധവേട്ടന് അങ്ങനെ ഒരു സംശയം ഉണ്ടെങ്കിലേ അത് തന്നെ നല്ലത്. അതെ. നാണമില്ലേ നിങ്ങൾക്ക്? സ്വന്തം അച്ഛന്റെ കയ്യിൽ നിന്ന് മോഷ്ടിക്കാൻ പോയിരിക്കുന്നു. ഏതായാലും ആരും കണ്ടുപിടിക്കാത്തത് കാര്യമായി. അല്ലെങ്കിൽ കള്ളന്റെ മോനെന്ന് ഈ കിടക്കുന്ന കൊച്ചിനെ നാട്ടുകാരെ ഇരട്ടപ്പേരിട്ട് വിളിച്ചേനെ. സ്വയം പുച്ഛം തോന്നില്ലേ നിങ്ങൾക്ക്? എന്തിനു പുച്ഛം തോന്നണം? ആ പണം കൊണ്ടുപോയി ഇളയ മകൻ ഉണ്ടാക്കി വെച്ച കടം തീർക്കാൻ തുടങ്ങുന്നതിന് മുമ്പ് അതെടുത്ത് മാറ്റുന്നതിൽ എനിക്കൊരു ആത്മനിന്ദയും തോന്നേണ്ട കാര്യമില്ല. അങ്ങനെയാണെങ്കിൽ അന്തസ്സായിട്ട് പകലത് അച്ഛനോട് പറഞ്ഞു വാങ്ങണമായിരുന്നു. അല്ലാതെ രാത്രി കയറി മോഷ്ടിക്കല്ല വേണ്ടത്. അല്ലെങ്കിൽ തന്നെ നിങ്ങളെപ്പോലെ പണത്തിന് വേണ്ടി ജീവിക്കുന്ന ഒരാൾക്ക് എന്ത് നേരാ ഉള്ളത്? എനിക്ക് ഏറ്റവും വേണ്ടത് പണമാണടി, പണം. അതിനുവേണ്ടി ഞാൻ എന്തും ചെയ്യും. പണമില്ലെങ്കിലേ ഞാനും നീയുമൊക്കെ വെറും പിണമാടി, പിണം. മനുഷ്യ ഉറങ്ങാൻ സമ്മതിക്കില്ലല്ലോ. നാശങ്ങള്. ഞാൻ പുറത്ത് എവിടെയെങ്കിലും പോയി കിടന്നോളാം. മാനത്തെ കൊട്ട